അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങൾ നടന്നു. ലോകരക്ഷകന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി പള്ളിയിൽ നടന്ന ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ 3000-ഓളം വിശ്വാസികൾ പങ്കെടുത്തു. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഇടവകയിലെ 3000-ഓളം വിശ്വാസികൾ പങ്കെടുത്ത തിരുക്കർമ്മങ്ങൾ ആത്മീയ ചൈതന്യത്താൽ ശ്രദ്ധേയമായി. ഈശോയുടെ വിചാരണയും പീഡാസഹനവും വിവരിക്കുന്ന ചരിത്ര വായനയോടെ തുടങ്ങിയ ചടങ്ങിൽ വിശ്വാസി സമൂഹം ഭക്തിയോടെ വിശുദ്ധ കുരിശിനെ വണങ്ങുകയും നേർച്ചകൾ അർപ്പിക്കുകയും ചെയ്തു. തിരുക്കർമ്മങ്ങൾക്കിടയിൽ ഫൊറോന വികാരി ഫാദർ ജേക്കബ് പീടികയിൽ വചന സന്ദേശം നൽകി. ചരിത്രത്തിലെ ആദ്യത്തെ കോടതി നടപടിയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈശോയുടെ പീഡാനുഭവ ചരിത്രമായ. അങ്ങനെ ദൈവത്തിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ 3 നിര്വാണികളാൽ പിഴഞ്ഞു മരിച്ചത് ആർക്കു വേണ്ടിയാണ്? നമുക്ക് ഓരോ വ്യക്തികൾക്കും വേണ്ടിയാണ്. ചടങ്ങുകൾക്ക് സഹവികാരിമാരായ ഫാദർ ജോർജ് കരോട്ട് കിഴക്കേതിൽ, ഫാദർ അജോ തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് കുങ്കിരിപ്പെട്ടി സെന്റ് ജൂഡ് കുരിശുമലയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി. പൊള്ളുന്ന വെയിലിലും കുട്ടികൾ അടക്കമുള്ള വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ആശീർവാദത്തോടെ അവസാനിച്ച ചടങ്ങുകൾക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, അണക്കര.